രാജാ സാഹിബിനെ കാണണമെന്ന് പറഞ്ഞൊരു ഒരു ആരാധകൻ വന്നിട്ടുണ്ട്. അതെ, എവിടെ ആരാധകൻ? എവിടെ എന്താണ് ആരുടെയെങ്കിലും ഫാദേഴ്സിനെ കുറിച്ച് അഭിപ്രായം പറയാനായിട്ട് വന്ന ആളാണോ? രാജാ സാഹിബിനെ കുറിച്ചൊരു പാട്ട് ഇതെന്ന്. ദാദാ സാഹിബ്, രാജാ സാഹിബിനെ കുറിച്ച് പാട്ട്. ദാദാ സാഹിബ് അല്ലേ? രാജാ സാഹിബ് നല്ല മിമിക്രി താരമാ, മലയാള സിനിമയിൽ നല്ല നല്ല വേഷം ചെയ്തിട്ടുണ്ട്. 50 സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏത് മിമിക്രി ഷോയിൽ സാന്നിധ്യമാണ് നമ്മുടെ രാജാ സാഹിബ്. ഗംഭീരമാണ്, ഉത്സാഹമാണ് രാജാ സാഹിബ്, ഗംഭീരമാണ്. മിമിക്രിയുടെ രാജാവാണല്ലോ അത് രാജാ സാഹിബ്. അഖിൽ കവരയെ കുറിച്ചൊരു പാട്ട്. സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പൃഥ്വിരാജ്, സുകുമാരൻ, നിഖില, വിമൽ, അനശ്വര രാജൻ ചിത്രത്തിൽ അഖിൽ കവലൂർ മികച്ച പെർഫോമൻസ് ചെയ്ത് ആറാടുകയാണ് ഈ അഖിലേട്ടൻ. ഗുരുവായൂരമ്പല നടയിൽ ആറാടുകയാ. എല്ലാവരും പാട്ട് വേണം. കൃഷ്ണ 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 കംസഹംസനേ, കത്തും കത്തും തീയായി മണ്ണിൽ കണ്ണിൽ ദൈവമേ. ഈ ഒരൊറ്റ പാട്ട് ശരിക്കും ആറാടുന്നത് നിന്നെയാണ് ശരിക്കും ആറാട്ടണ്ണൻ എന്ന് വിളിക്കേണ്ടത്. ശരിയാണെന്നാ അഖിൽ എന്താ പറയാനുള്ളത്? സൂപ്പർ, അസാധ്യടാ. കാണാൻ പറ്റുമോ? ആ പടത്തിൽ അഭിനയിക്കണ്ടെന്ന് തോന്നിപ്പോ. അതല്ല, ഈ ഒരൊറ്റ പെർഫോമൻസോട് കൂടി എനിക്ക് അതിന്റെ സക്സസ് സെലിബ്രേഷൻ മിക്കവാറും എന്നെ വിളിക്കൂല. അപ്പൊ എന്തായാലും പോയി. അപ്പൊ പിന്നെ നമുക്ക് അങ്ങ് മൊത്തത്തിൽ പോട്ട്. സുഖം തന്നെ എനിക്ക് പടം കാണാനും മറ്റേ റിവ്യൂ കൊടുക്കാൻ പറ്റിയില്ല. അത് പറ്റിയടാ, കുറച്ച് വിവാദങ്ങളൊക്കെ പെട്ടുപോയി. പക്ഷെ നീ പറയാത്തത് ധൈര്യമായിട്ട് പറ. ധൈര്യമായിട്ട് പറ. എങ്ങനെയുണ്ട് പടത്തിനെ പറ്റി വാക്ക് പറ. ഒരു കോമഡി ഉണ്ട്, ഫീൽ ഗുഡ് ഉണ്ട്, ഫാമിലി ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്. രാജുവേട്ടൻ ആറാടുകയാണ്. പിന്നെ രാജുവേട്ടന്റെ ഒരു കംബാക്ക് ആണ്. കാരണം അമറക്ബറം ധോണി ചിത്രത്തിന് ശേഷം ഒരു രാജുവേട്ടന്റെ ഒരു പക്ക കൊമേഴ്ഷ്യൽ ബ്രേക്കുള്ള സിനിമയാണ്. അല്ല, പടം കാണാതെ ഇവൻ ഇത്ര അഭിപ്രായം പറഞ്ഞു. തിയേറ്റർ ഓണർ പുറത്താക്കിയപ്പോ നമ്മള് പുറത്താക്കി. റിവ്യൂ പറയൂലെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ റിവ്യൂ പറഞ്ഞ് വൈറലാണല്ലോ. ഇനി എന്ത് റിവ്യൂ പറയണം? അപ്പൊ സിനിമ കാണാൻ ടിക്കറ്റ് എടുത്താ ടിക്കറ്റ് കാര്യം പറയട്ടെ. നീ മലയാളം നിർത്തിയിട്ട് തമിഴ് പടത്തിൽ ചെന്നൈയിൽ പോയി റിവ്യൂ പറയണോടാ. നമുക്ക് മലയാളം നമുക്ക് പറ്റില്ല. ഇപ്പൊ റിവ്യൂ നിർത്തിയണല്ലോ. ഇപ്പൊ നമ്മള് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സിനിമ അഭിനയിക്കണ ഉണ്ടല്ല, നാളെ റിലീസ് ഉണ്ട്. അതെ, അറിഞ്ഞാ? നാളെ റിലീസാ. ഏതോടാ? നാദർശിക്കാൻ അറിയോ? പിന്നെ അറിയാവുന്ന കണ്ടിട്ടുണ്ട്, എവിടെയോ കണ്ടിട്ടുണ്ട്. നാദർശിക്കാന്റെ പുതിയ പടമായിട്ടുള്ള വൺസ് അപ്പോൺ എ ടൈം കൊച്ചിയിൽ ഒരു വേഷം ചെയ്യാൻ പറ്റും. അടിപൊളി. അപ്പൊ ആ പടത്തിന് എല്ലാവിധ ആശംസകളും. ആ പടത്തിനെ പറ്റി ഒരു പാട്ട് പാടും. കൊച്ചി എല്ലാം റിലീസിനെ സംബന്ധിച്ചൊരു പാട്ട്. മലയാള സിനിമയിലെ പല പല താരങ്ങളുണ്ട്. പക്ഷെ അലിൻ ജോസിനെ ഇഷ്ടപ്പെടുന്ന ഒരു താരമുണ്ടെങ്കിൽ അത് അർജുന അശോകനായിരിക്കും അല്ലോ മച്ചാന്മാരെ. കാരണം ഒരു പ്രസ് മീറ്റിലെ പെർമിഷൻ ഇല്ലാണ്ട് പ്രസ് മീറ്റ് കാണാൻ പോയിട്ടും അലിൻ ജോസ് അത് ലീക്കായതാണ്. ബാക്കി പറ. അപ്പോ ഒരു പ്രസ് മീറ്റിൽ പോലും അലിൻ ജോസ് പെരേര വന്നിട്ട് പേര് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച സിനിമ എന്നാണ്. അത് അർജുന അശോകൻ ചേട്ടന്റെ പടമാണ്. കൊച്ചി 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 കൊച്ചി. ശരിക്കും എല്ലാരും എഴുന്നേറ്റ് എന്നൊരു സ്റ്റാൻഡിങ് ഓവേഷൻ കൂടെ. പിന്നെ ഒരു പടത്തിന് വൈറലായിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ മനുഷ്യൻ. ഓരോന്നിനും പറ്റിയ ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ അപ്പൊ തന്നെ ആർക്കെങ്കിലും പാടാൻ പറ്റുമോ? ആളബോധം, എല്ലാത്തിനെ കുറിച്ചും വളരെ ബോധമുള്ള ഒരു മനുഷ്യനാണ്. അത്ര ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് പാടുക, അല്ലെങ്കിൽ ആ സ്റ്റേജിൽ വന്ന് അതിനുള്ള ധൈര്യം കാണിക്കാന്ന് പറയുന്നത്. ശരിക്ക് ഒന്ന് നിനക്ക് പാടാവോ? ഇത് സീരിയസ് ആയിട്ടൊന്നും പാടാൻ പറ്റുമോ? നമ്മുടെ ജയസൂര്യേട്ടൻ നായകനായിട്ട് അഭിനയിച്ച പുണ്യാളൻ അഗർബത്തീസ് എന്ന ചിത്രത്തിലെ ഒരു പാട്ട് പാടാം. പുണ്യാളൻ അഗർബത്തീസ് സൂപ്പർ ഹിറ്റ് ആണ്. ആകാശത്തുനിന്നൊരാനെ കിട്ടിയേ, ആകാശവും കൂടെ പോന്നേ, ആളിത്തിരി ആളാവാനൊരു പൂരം വന്നേ, ആ പൂരം ഇന്നാണെന്നേ, പണ്ട് തൊട്ടേ പന്തലുണ്ടേ പറഞ്ഞൊരുക്കിരി പൂരക്കാർ, പൂരത്തിനപ്പുറം 1000 കാച്ചൽ ആലവട്ട കുടകൾ,
നാളം മേളം പൂരം ആൾക്കൂട്ടം. ഹോയ് തിത്തിരിപ്പൂക്കളെ പുഞ്ചിരിപ്പൂക്കളെ തൊട്ട് വിളിച്ചുണർത്താൻ കൈകൾ നീട്ടും സുഗന്ധപൂരം. ഓഹോയ് കട്ടിലും ഹോയ് മട്ടിലും ഹോയ് നല്ലൊരു പൂരം കാണാൻ. അങ്ങനെ ആശിച്ചവൻ ആകാശത്തും താനേ കിട്ടിയേ ആകാശവും കൂടെ പോന്നേ. അടിപൊളി പെരേര. ആകാശം കൂടെ പോരും ഇങ്ങനെയാണെങ്കിൽ കിടുക്കനായിരുന്നു കേട്ടോ, ഗംഭീരം. Congratulations. പരേര മിസ്റ്റർ പരേര, നമുക്ക് വീണ്ടും കാണാം. അതെ, പിന്നെ അടിപൊളിയടാ. നമ്മുടെ വീതി. ഓക്കെ, പിന്നെ എന്താ വേറെ എന്തെങ്കിലും പറയണ്ട? ന്യൂ സ്റ്റാർസ് എന്ന ടീമാണ് അടുത്ത് വരാൻ പോകുന്നത്. വെൽക്കം. ടൈറ്റാനിക് ലോകം കണ്ടതിൽ എക്കേലും വലിയ യാത്ര കപ്പലായിരുന്നു ടൈറ്റാനിക്. 1812 ഒരു ഏപ്രിൽ 14 ഈ കപ്പലിൻ്റെ കന്യയാത്ര ആരംഭിച്ചു. ആദ്യ യാത്രയിൽ തന്നെ മഞ്ഞുപാലകളിൽ ഇടിച്ചു തകർന്ന ഈ കൂറ്റൻ കപ്പലിൻ്റെ കഥ ഇംഗ്ലീഷ് ബോളിവുഡ് സംവിധാനായ ജെയിംസ് ക്യാമറൂൺ തൻ്റെ ചലച്ചിത്രമാക്കി. ഇതിൻ്റെ അനുസ്മരണമെന്നോണം ഞങ്ങളും യാത്ര തുടരുന്നു കൊച്ചിയിലെ കടപ്പുറത്തു നിന്നും ടൈറ്റാൻ. സ്വാഗതം സ്വാഗതം, എല്ലാവർക്കും ഞങ്ങളുടെ ഈ കപ്പലിലേക്ക് സ്വാഗതം. എടാ ഓരോരുത്തരെയായിട്ട് കടത്തിവിടാൻ പറഞ്ഞിട്ട് എന്താണ് അവിടെ തിക്കും തിരക്കും? ദൈവമേ, ആരാ ഈ വരുന്നത്? പൊങ്ങിയ കപ്പലിൽ നിന്നും പൊങ്ങി വന്ന ആമിനത്താത്തയല്ലേ? ഇത്ത എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല പടച്ചോനെ, എന്നാ വിശേഷടാ ചെറുക്കാ? സുഖായിട്ടങ്ങോട്ട് പോണു. എങ്ങനെ ഉണ്ടായിരുന്നു ആ കപ്പലിലുള്ള യാത്ര? നല്ല സുഖല്ലായിരുന്നോടാ ചെറുക്കാ? എത്ര തട്ടുണ്ടായിരുന്നു ആ കപ്പല്? ഒറ്റ തട്ടിന് തന്നെ അതിന്റെ എല്ലാ പണി അങ്ങോട്ട് തീർന്നില്ലാടെ ചെറുക്കാ. എന്താ ഇക്ക ചെല്ല്. ആ, ഇതാരാ വരുന്നത്? നമ്മുടെ കപ്പിത്താനല്ലേ? എന്താ ഉണ്ട് വിശേഷം കപ്പിത്താനെ? ഞാനാണ് ഈ കപ്പലിന്റെ കപ്പിത്താൻ. കപ്പൽ ഓടിക്കണത് തന്നെ താൻ. എന്റെ പേരുണ്ണിത്താൻ, നാട് രാജസ്ഥാൻ. എന്താ കപ്പിത്താൻ നേരെ ഉള്ളിലേക്ക് പോട്ടെ. എന്താടാ കൊടക്കമ്പി അവിടെ കിടന്നൊരു ബഹളം? ആ, അവിടെ കൂട്ടയടി ആശാനെ. ആരൊക്കെ തമ്മിലാടാ കൂട്ടയടി? രണ്ട് ഡോൾഫിനുകൾ തമ്മിലാണ് ആശാനെ. രണ്ട് ഡോൾഫിനുകൾ തമ്മിലോ? എന്തിനാടാ? അവർക്ക് രണ്ടുപേർക്കും കോലുമുട്ടായി കിട്ടിയില്ല എന്ന് പറഞ്ഞ അടിയാണ് ആശാനെ. കോല് മിഠായി കൊടുത്തില്ലെന്ന് പറഞ്ഞോ? ആ, ഏടാ, നിന്റെ ലോബിയുടെ പണി നോക്കാൻ പറഞ്ഞ നീ അത് മാത്രം നോക്കിയാ മതി. നീ ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ട് തന്നെ പൊക്കോ. എന്തായടോ, പാചകപ്പുരയുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയോ? സദ്യവട്ടങ്ങളൊക്കെ തയ്യാറായിരിക്കണോ? എന്തൊക്കെയാ താൻ ഉണ്ടാക്കിയത്? പച്ചടി കിച്ചടി അവിയല് സാമ്പാറ് ആ, ചക്കക്കുരു തോരൻ ചക്കക്കുരു അവിയല്. ദൈവമേ, ചക്കക്കുരു തോരനോ ചക്കക്കുരു അവിയലോ എല്ലാം കൊണ്ട് നാറ്റിച്ചല്ലോടോ ഇവിടെ. ഇനി അതെല്ലാം പോട്ടെ, എന്താണോ സോമന് പറയാനുള്ളത്? കപ്പലിന്റെ അറ്റത്ത് കയറി നിൽക്കുവല്ലേ? ഞാൻ ഈ കപ്പലിലുള്ളിടത്തോളം കാലം യാത്ര സുഖമായിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര തുടരാം. ടൈറ്റാനിക്